ഹലോ വെൽക്കം ടു ലാവണ്ടർ മീഡിയ. SSLC കഴിഞ്ഞ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. SSLC എന്നത് ലൈഫിലെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു റോങ് ഡിസിഷൻ എടുത്താൽ ഭാവിയിൽ നമുക്ക് വിഷമിക്കേണ്ടി വന്നേക്കാം. പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ മാത്രമേ നല്ലൊരു ഫ്യൂച്ചർ ലഭിക്കൂ എന്നാണ്. എന്നാൽ നമ്മുടെ ചുറ്റും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിട്ടും നല്ലൊരു കരിയർ കണ്ടെത്താൻ സാധിക്കാത്തവരെയൊക്കെ. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് തന്നെ വേണം എന്നതിനേക്കാൾ പ്രധാനമാണ് നമുക്ക് അനുയോജ്യമായ ഒരു സബ്ജക്റ്റ് തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരിക്കലും എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ നൈബർ ഈ ഒരു കോഴ്സാണ് എടുത്തത്, അതുകൊണ്ട് ഞാനും ഇത് തന്നെ എടുക്കട്ടെ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടി അപ്പോൾ പിന്നെ ഞാൻ സയൻസ് തന്നെ എടുക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പകരം ഇതിലെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓരോ +2 കോഴ്സിനും വരുന്ന സബ്ജക്റ്റുകൾ അത് തനിക്ക് പഠിക്കാൻ കഴിയുന്നതാണോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ കോഴ്സിലെയും സാധ്യതകളും അതിലേതായിരിക്കും നമുക്ക് യോജിച്ചിട്ട് ജോലി ചെയ്യാനും എല്ലാ രീതിയിലും നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് അനുയോജ്യമായിരിക്കുക എന്നതും മനസ്സിലാക്കിയ ശേഷം മാത്രം കോഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് തിളങ്ങാൻ പറ്റുന്ന മേഖലകളാണ് ഇന്ന് അവർ ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ലോങ് ടേമിൽ അവർക്ക് ഉയർച്ചയും സന്തോഷമൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരിക്കലും മറ്റു കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് അവരെ അവർക്കിഷ്ടമില്ലാത്ത മേഖലകളിലേക്കൊന്നും തള്ളിവിടരുത്. ഏത് കോഴ്സിനും ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നത് അവിടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോഴ്സ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.